നമ്മളിപ്പോൾ കണ്ട ആ സിനിമയിൽ നമ്മൾ കണ്ടത് ടെർമിനേറ്റർ 2 ആണ്, ജഡ്ജ്മെന്റ് ഡേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൽ എനിക്ക് അർണോൾഡിനേക്കാളും എനിക്ക് ഇഷ്ടം ആ വില്ലനെയാണ്. ആ വില്ലൻ കഥാപാത്രം അയാളുടെ ശരീരം ഒരു ലിക്വിഡാക്കി മാറ്റാനുള്ള കഴിവ് തന്നെയുണ്ട്. അത് റോബോട്ടാണ്. റോബോട്ട് ലിക്വിഡിഫൈ ചെയ്യുന്നു, പിന്നെ അത് തിരിച്ചു വരുന്നു. ഇത് അറൌണ്ട് 90s ഇറങ്ങിയ ഒരു മൂവിയാണ്. ആ സമയത്ത് ഇതൊരു ഫാന്റസി ആയിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന ആരും കരുതിയില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ നടക്കുന്ന ടെക്നോളജി വന്നു എന്നാണ് പറഞ്ഞത്. അതായത് ചൈനയിൽ ഇപ്പോ ഈ ഒരു ഹീലിയം ബേസ്ഡ് മെറ്റല് 30 ഡിഗ്രി സെൽഷ്യസിൽ ഉരുകാൻ പറ്റും. അത് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ലിക്വിഫൈ ഫോമിലേക്ക് അവർക്ക് മാറ്റാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ അവർ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ലിക്വിഫൈ ഫോമിലേക്ക് അത് മാറുന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് സീ കുക്കുംബർ എന്ന കാര്യം നമുക്കറിയില്ല. സീ കുക്കുംബറിന് അങ്ങനെ ഒരു പ്രത്യേകത പണ്ടേ ഉണ്ട്. നാച്ചുറൽ ഈ സംഭവം പണ്ടേ ഉള്ളതാണ്. പ്രകൃതിയിൽ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള സംഭവമാണ്. സയൻസ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ കുറെ വൈകുന്നേ ഉള്ളൂ. ഈ സീ കുക്കുംബറിന്റെ ടിഷ്യൂസ് അത് ഹാർഡായിട്ട് വെക്കാം, അത് അതിന്റെ ഇഷ്ടമനുസരിച്ച് സോഫ്റ്റ് ആക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഹാർഡും സോഫ്റ്റും ഒക്കെ അതിന്റെ ഇഷ്ടത്തിനങ്ങ് മാറ്റാൻ പറ്റിയ കഴിവുള്ള ഒരു ടെക്നോളജി ബയോളജിക്കലി പണ്ടേ ഉള്ളതാണ് സീ കുക്കുംബറിൽ. അത് നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് അല്ലെങ്കിൽ റോബോട്ടിലേക്ക് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചൈനയിൽ അവരിത് അങ്ങനെ ഒരു റോബോട്ട്, ഒരു ചെറിയ നാനോ റോബോട്ട് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലേക്ക് അത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞു. മെഡിക്കൽ ഫീൽഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓപ്പറേഷനിൽ ഇപ്പോൾ ഈ ട്യൂമർ വരാം, അല്ലെങ്കിൽ നമുക്ക് കല്ല് അലിയിച്ച് കളയാം, സ്റ്റോൺ അലിയിച്ച് കളയാനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഓപ്പറേഷനോ അല്ലെങ്കിൽ എനിവേ യു ഹാവ് ടു ഗോ ഫോർ അണ്ടർഗോ സർജറി. ഇതല്ലാണ്ട് തന്നെ ഈ ഒരു ചെറിയ റോബോട്ടിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് ഇത് എത്തിയിട്ട് ആ കല്ലിനെ അലിയിച്ച് കളയുന്നു. അപ്പോൾ ഒരു ഹ്യൂമൻ സ്റ്റൊമക്കിന്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അവരത് ചെയ്തു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അതിലത് സക്സസ് ആയിരുന്നു. ആ ഒരു സ്റ്റോൺ അലിയിച്ച് കളയുന്നു, ട്യൂമർ മാറ്റുന്നു. ആ ഒരു സ്കാൽപ്പലിന് യൂസ് ചെയ്യാതെ ഒരു സ്കാർ പോലും ഇല്ലാതെ, ഒരു ഇൻസിഷൻ പോലും ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് ഈ ഒരു സാധനം ഏറ്റവും ചെറിയ ഹോളിൽ പോലും എത്തുമ്പോൾ അത് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. അപ്പോൾ ലിക്വിഡ് അതിൻ്റെ ഉള്ളിൽ കയറി പോരും. അത് കണ്ട് പിന്നെയും സോളിഡ് ഫോമിലേക്ക് മാറാം. അതായത് ഗുഡ് ഇനഫ് ടു ട്രാവൽ ആസ് എ ലിക്വിഡ് ആൻഡ് ഗുഡ് ഇനഫ് ടു വർക്ക് ആസ് എ സോളിഡ്. അപ്പോൾ ഏത് ഫോമിലേക്ക് മാറാന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സിസ്റ്റത്തിൽ പോലും കയറി ഇറങ്ങി പോയിട്ട് ആ ഫോം മാറ്റിയിട്ട് ചെയ്യാം. അത് ഇപ്പൊ കീമോതെറാപ്പിയുടെ ഒരു രംഗവും മാറാൻ പോകുന്നതാണ് കേൾക്കുന്നത്. കാരണം കീമോതെറാപ്പിയിൽ ഈ പറഞ്ഞ പോലെ ഇതേ റോബോട്ട് പോവുകയാണെങ്കിൽ അത് ഈ റോബോട്ട് ആ ഒരു മെഡിസിനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യും. ഈ പർട്ടിക്കുലർ സ്ഥലം കീമോതെറാപ്പി അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ടിഷ്യൂസിലേക്ക് മാത്രം ട്രാവൽ ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് ആ സ്ഥലത്ത് മാത്രം ഈ ഒരു മെഡിസിൻ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ലെവലിലേക്ക് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും സക്സസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മെഡിക്കൽ ആപ്ലിക്കേഷനാണ്. ഇനിയിപ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ നമ്മൾ സർക്യൂട്ട് ബോർഡിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ട് ബോർഡ്, അത് നമ്മുടെ ഹ്യൂമൻ ഹാൻഡ്സ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ ടൂൾസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ റോബോട്ടിനെ കടത്തി വിട്ടിട്ട് ഇവനത് പോയി ശരിയാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ ഇത് വികസിച്ച് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ ശരിക്കും ഇതൊരു ഫാന്റസി ആയിരുന്നു. ഫാന്റസി ആയ പല സംഭവങ്ങളും ഇപ്പൊ നമുക്ക് ഐ റോബോട്ട് എന്നൊരു പടം ഉണ്ടായിരുന്നു. ഐ റോബോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അതിൽ ഒരു റോബോട്ടിന് ഇമോഷണൽ ഇന്റലിജൻസ് വരികയാണ്. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ് ഹൂ ആം ഐ എന്ന് ചിന്തിച്ചിട്ടാണ് അവനത്, പിന്നെ അവനെല്ലാം പ്രശ്നമായി തുടങ്ങി, അവന് ദേഷ്യം വരാൻ തുടങ്ങി, അങ്ങനെ പല. പക്ഷെ ഇപ്പോഴത്തെ റോബോട്ട്സ് അങ്ങനെ ആയിട്ടില്ല. പക്ഷെ അത് എന്തുകൊണ്ട് ആവാൻ സാധ്യത ഉണ്ടാവും, ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടാവുമായിരിക്കും. ഇതുവരെ ആയിട്ടില്ലെന്നേ ഉള്ളൂ. ഇമോഷണൽ ഇന്റലിജൻസിലേക്ക് റോബോട്ട്സ് എത്തിയിട്ടില്ല. നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള പല കാര്യങ്ങളും ഇങ്ങനെ അവസാനം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പ സൃഷ്ടി പിന്നീട് അവസാനം റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ കുറെ കാണാൻ കിടക്കുന്നു എന്നുള്ളതാണ് ശരി. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കിനി ഭാവിയിൽ നമ്മുടെ രോഗങ്ങൾക്കൊക്കെ കുറെ സൊല്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ലോങ്വിറ്റി 100 കൊല്ലം ഒന്നും വിശ്വമില്ലാത്ത ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. 100 കൊല്ലമൊക്കെ നമുക്ക് ജീവിക്കാം. പിന്നെ നമ്മുടെ പ്രശ്നം മിക്കവാറും കൂടുതൽ കാലം ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളാകാനാണ് സാധ്യത. ഹെൽത്ത് ഒരു വലിയ ഇഷ്യൂ അല്ലാത്ത രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാനോ ടെക്നോളജി ഈ റോബോട്ടിക്കിലേക്ക് കയറ്റിയിട്ട് ഇപ്പൊ ഈ ലിക്വിഡിഫൈ ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്ന പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അത് ഒരു ഹീലിയം ബേസ്ഡ് മെറ്റൽ ലിക്വിഡ് സോളിഡ് രൂപത്തിലേക്ക് ഒരു കമാൻഡിന്റെ പുറത്ത് മാറാമെന്ന് പറയുമ്പോൾ അത് ശാസ്ത്രത്തിന്റെ വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ്.